കേരളത്തിൽ ഇപ്പോൾ ചൂട് പിടിച്ച ഒരു വാർത്തയാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഒരു കേസ് അല്ലേ. മുഖ്യമന്ത്രിയുടെ മകളെയും കൂടെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു. അതായത് അതിനൊരു പ്രധാനപ്പെട്ട ഭാഗമായി മാറിയത് ഷോൺ ജോർജ് ആണ്. അത് കേരളത്തെ ജനങ്ങളെ ആകെ ഒന്നടങ്കം ഒരു സന്തോഷത്തിലും, അതായത് അങ്ങനെ ഒരു നേതാവ് കേരളക്കരയിൽ ഉണ്ടെന്നൊരു വിശ്വാസവും ജനങ്ങളിലേക്ക് കൂടുതൽ ചാർത്തപ്പെടുകയാണ്. അതായത് വഖഫ് മുനമ്പത്തിന്റെ വിഷയത്തിലും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു കരുതൽ, അതായത് അദ്ദേഹം ആ ഒരു വിഷയം എത്രത്തോളം കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് നമ്മൾ അതിൽ കണ്ടതുപോലെ തന്നെ ഇതിലേക്കും അദ്ദേഹം ഈ വിഷയം ഒരു ഹൈക്കോടതിയിലേക്ക് പോയി അതിലൊരു നടപടി എടുക്കണം എന്നുള്ളൊരു ആശയം വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണെന്ന് ഇപ്പോൾ കേരള ജനതക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ ഈ ഒരു മാസപ്പടി വിവാദമാണെങ്കിലും തന്നെ ഒരുപാടായി ഇതിപ്പോൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളൊരു എന്താ പറയുക ഒരു കൺസിഡറേഷൻ ഈ ഒരു കേസിൽ ഉള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കേസ് എങ്ങും എത്താതെ പോയത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ പറഞ്ഞു ഈ ഒരു കേസിലോട്ട് വഴിതിരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ തെളിവുകൾ മുമ്പോട്ട് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക കാരണക്കാരൻ ആയത് എന്ന് പറയുന്നത് BJP നേതാവ് കൂടിയായിട്ടുള്ള, അതായത് പി സി ജോർജിന്റെ മകനും കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് ആണ് ഈ ഒരു നടപടിയിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയിൽ അംഗമായിരുന്നു. പിന്നീട് ആയിരുന്നു ഷോൺ ഭിന്നതകൾ കൊണ്ട് തന്നെ പാർട്ടി മാറുകയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടത് തന്നെയാണ്. അതിന് ഇടയ്ക്കാണ് ഷോൺ ജോർജിന്റെ ഒരു BJPയിലേക്കുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. അത് തികച്ചും എന്താ പറയുക ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അതൊരു അടിപതർച്ച എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ എല്ലാവരും അതിനെ നോക്കിക്കണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വ്യക്തമായ എന്താ പറയുക നിലപാടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു വ്യക്തമായ ധാരണയോട് കൂടി തന്നെയാണ് ഒരു ധാരണയോടെയാണ് അദ്ദേഹം വന്നത്. കാരണം നമ്മൾ പി സി ജോർജിനെ എടുത്തു പറയുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും എങ്ങനെയാണ് മറ്റുള്ളവർക്ക് എത്തുന്നത്, സംസാര രീതി. എന്നാൽ ഷോൺ ജോർജിന്റെ കൃത്യമായ ഇടപെടലുകളാണ് എല്ലാ രീതിയിലും. കാരണം വാക്കുകളിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഇതായിരുന്നു ആവശ്യം, ജനങ്ങൾക്ക് ഇതാണ് ആവശ്യം എന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഷോൺ ജോർജിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷോൺ ജോർജിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അതായത് പിതാവായ എന്താ പറയുക അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പലതരത്തിലുള്ള വാക്കുകളാണെങ്കിലും ഒരു ലൈസൻസ് ഇല്ലാത്ത അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. പല അഭിപ്രായങ്ങളും അങ്ങനെയാണ് പോയിട്ടുണ്ടെങ്കിൽ, പക്ഷേ അദ്ദേഹത്തിന്റെ മകന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായത്തിലുള്ള ഒരു എന്താ പറയുക പരാമർശത്തിലും അദ്ദേഹത്തിന്റെ അതേ എല്ലാ നിലപാടുകളും വളരെ വ്യക്തമായി തന്നെയാണ് സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പറയാൻ പറ്റുന്ന ഒരു കേസാണ് വഖഫ് മുനമ്പം ഇഷ്യൂ. ആ സമയത്ത് എല്ലാ പാർട്ടിക്കാരും, ഒട്ടുമിക്ക കോൺഗ്രസ് ആണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി, നമ്മൾ അവിടെ പോയ സമയത്ത് അവിടുത്തെ ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ് ആരും വോട്ട് ചോദിക്കാനല്ലാതെ മറ്റൊരു കാര്യത്തിനും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. അത് ആ ജനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ആ സ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗക്കാരെ എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് ആണ് മുന്നിട്ട് നിന്നത്. അങ്ങനൊരു കാര്യം ഇത്രത്തോളം എത്തിച്ചതും അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന് നിരന്തരമായുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇപ്പോഴും ആ ഒരു ബില്ല് തന്നെ പാസ്സായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന് അത് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. അദ്ദേഹം ഒരു BJP നേതാവ് കൂടിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റു നേതാക്കളെ പോലെ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം BJP എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മതപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് മുമ്പോട്ട് വരുന്ന അല്ലെങ്കിൽ അതിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്കാണ് BJP എപ്പോഴും തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഷോൺ ജോർജിന്റെ പ്രവർത്തികളും നീക്കങ്ങളും എല്ലാം എന്നുള്ളത് നമുക്ക് ഈ രണ്ട് കേസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. കാരണം BJP എന്ന് പറഞ്ഞ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ശക്തമായി മുമ്പോട്ട് പോകുന്നത്, നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും തന്നെ ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇനി കേരളം മാത്രമാണ് അവരുടെ ഒരു
ബാക്കിയായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിന് അറിയാം കൃത്യമായി എങ്ങനെ കേരളത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയെല്ലാം ഈ ഒരു BJP-യിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം കൃത്യമായൊരു ധാരണയോട് കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു കാര്യത്തിലാണെങ്കിലും ക്രൈസ്തവരെയാണ് ഈ ഒരു കാര്യത്തിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നാണ്. ആ ക്രൈസ്തവരാണ് ഇപ്പോൾ BJP-യിലേക്ക് മാറി എന്നുള്ള രീതിയിലോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കാരണം, അതായത് അത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആര്, ഈ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവ്. നമ്മൾ പറയേണ്ടിയിരിക്കുന്നു KM മാണി സാറിന്റെ ഒരു സ്ഥലത്തിലേക്ക്, ഒരു പാല എന്നുള്ള ഒരു സ്ഥലത്ത് KM മാണി എന്നുള്ളൊരു നേതാവ് അത്രമാത്രം പ്രശസ്തമായ ഒരു നേതാവായിരുന്നു, അത്രമാത്രം ജനപ്രീതി നേടിയ ഒരു നേതാവ് കൂടി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അവിടെ ഒരു നേതാവ് അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തില് ഈ ഉടനീളം നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ക്രൈസ്തവർക്ക് ഇങ്ങനെ ഒരു നേതാവിനെ ലഭിക്കും അല്ലെങ്കിൽ കിട്ടുകയാണ് എന്നൊരു ആശയം കൂടി ജനങ്ങളിപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണത്. ആ ഒരു സ്പേസിലേക്ക് ഇനി ഒരാൾ എത്തി എന്നുള്ള രീതിക്കാണ് ജനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് സ്നേഹത്തോടു കൂടി വിളിക്കുന്നത് ചാക്കോച്ചൻ എന്നാണ്. ഷോൺ ജോർജിനെ ചാക്കോച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എത്രമാത്രം സ്നേഹമുണ്ട് ജനങ്ങൾക്ക് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ കാരണം ജനങ്ങളുടെ ഒരു പ്രീതി പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. നമ്മളിപ്പോ KM മാണിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ തന്നെ KM മാണി സാർ എന്നാണ് ഏതൊരു എത്ര വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ വരെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്കാണ് ഇദ്ദേഹം കൂടി എന്താ പറയാ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ആ സ്ഥാനത്തേക്കാണ് ഷോൺ ജോർജിനെ എത്തിക്കാൻ നോക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി വരികയാണ് ഷോൺ ജോർജ്. ക്രൈസ്തവരുടെ മനസ്സിലാണെങ്കിലും ഒരു വിഭാഗം ആളുകളിൽ ഇത്തരത്തിൽ BJP എന്നുള്ളൊരു പാർട്ടി വേർതിരിച്ച് തന്നെയാണ് കാണുന്നത്. പക്ഷെ ആ ഒരു നിലപാടിനെ അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തെ ഒരൊറ്റ നേതാവിനെ കൊണ്ട്, അതും BJP നേതാവിൽ നിന്നും ഈ ഒരു ക്രൈസ്തവ വിഭാഗം ആളുകളുടെ മനോഭാവം മാറ്റാൻ പറ്റും എന്ന് അല്ലെങ്കിൽ മാറ്റാൻ പറ്റി എന്ന് പറയുന്നത് BJP എന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJP എന്നൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതും ശരിക്കും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം കൂടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതെ, ക്രൈസ്തവ ഭാഗത്ത് നിന്നും ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഷോൺ ജോർജിനെ ഒരു ഭാഗമാക്കി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകളും കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വന്നിരിക്കുന്നത്. ഒരു ന്യൂജൻ ഒരു നേതാവ്, അതായത് BJP-യിലുള്ള ഒരു ന്യൂജൻ നേതാവിനെ പോലെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ രീതികളും. കാരണം നമ്മൾ ഒരിക്കലും ഒരു BJP നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കല്ല അദ്ദേഹത്തിന്റെ ഒരു, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റിലീജിയൻ വൈസ് ആണെങ്കിലും ശരി, അങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു രീതിയല്ല, അദ്ദേഹത്തിന്റെ തനതായ ഒരു ശൈലി ഈ ഒരു എല്ലാ നിലപാടുകളിലും അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. ഈ 14 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് എന്താ പറയുക, ഈ ഒരു വോട്ടെടുപ്പിന് ശേഷമാണ് വഖഫ് ബില്ല് രാജ്യസഭയിൽ പാസ്സായത്. 128 പേര് ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേരാണ് എതിർത്തത്. പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നാണെങ്കിലും എല്ലാം തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിലനിന്നിരുന്നു. പക്ഷേ അതിനെയെല്ലാം ഭേദിച്ചാണ് ഇത്തരമൊരു ബില്ല് പാസ്സായത് എന്ന് പറഞ്ഞിരിക്കുന്നു. മുനമ്പവും വഖഫ് ഭേദഗതി നിയമവും രണ്ടാണ് എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷമായിരുന്നു. എന്നാൽ ആ ഒരു സമയത്തായിരുന്നു ഷോൺ ജോർജ് അല്ല, ഇത് രണ്ടും ഒന്നാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞ് എല്ലാവരും കൂട്ടി ഒത്തുചേർത്തുകൊണ്ട് ഇത് മുന്നോട്ടേക്ക് പോയത്. അതിനുശേഷമാണ് അടിപതറാതെ ഇങ്ങനെ ഒരു നിയമത്തിലേക്ക് കൊണ്ടുവരാനും ഇങ്ങനെ ഒരു ബില്ല് പാസ്സാവാനും ജനങ്ങൾക്ക് സാധിച്ചത്. അപ്പൊ അങ്ങനെ ഒരു നേതാവിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം. മുൻപത്തുള്ള ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഷോൺ ജോർജിനോടെന്ന് നമുക്ക് പറയാം. ഷോൺ ജോർജിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ മാസപ്പടി വിവാദം അങ്ങനെ ഒരു കേസും കൂടെ വീണയ്ക്കെതിരെ നിലനിൽക്കുന്ന ഒരു സംഭവം കൂടി നമുക്ക് ഇതിൽ ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രണ്ടും രണ്ട് വിഷയമാണ്. പക്ഷേ പിണറായി വിജയൻ എന്നുള്ളൊരു മുഖ്യമന്ത്രി എന്നതിനുപരി പിണറായി എന്നുള്ളൊരു വ്യക്തി ഷോൺ ജോർജിനെതിരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും നടത്തിയ ഒരുപാട് വൃത്തികെട്ട കളികളാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് കാലങ്ങളായി വേട്ടയാടുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബപരമായ
സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും അദ്ദേഹത്തെ തകർക്കാൻ എത്രത്തോളം പണി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളൊരു നിലപാടാണ് ഷോൺ ജോർജ് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണെങ്കിലും പാർട്ടിയിലെ പല നേതാക്കളാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഷോൺ ജോർജിന്റെ കൂടെയാണ് നിൽക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഈ ഒരു വിഷയത്തിലാണെങ്കിൽ പറയാൻ പറ്റുന്നത് ഇപ്പോൾ CPM ആണെങ്കിലും തന്നെ ഈ BJP നേതാവ് കൂടിയാണ് ഷോൺ ജോർജ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ ഒരു നിലപാടിൽ ഈ ഷോൺ ജോർജിന്റെ കൂടെ നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളൊരു പരിഗണന ഈ ഒരു കേസിൽ നിലനിൽക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാം. കാരണം എല്ലാ പാർട്ടിക്കാരും BJPയിലോട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ പലതരത്തിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും CPMലാണെങ്കിലും ഒരുപാട് പേരും ഈ പാർട്ടി വിട്ടു പോകാൻ താല്പര്യപ്പെടുന്നത് BJPയിലേക്കാണ്. മറ്റു ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ തന്നെ BJPയിലേക്ക് ചേക്കാറാനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് എവിടെയാണ് പണി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ വെച്ച് പണി കൊടുത്താൽ കൃത്യമായൊരു ബോധത്തോടു കൂടിയാണ് അദ്ദേഹം നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ അഭിഭാഷകൻ മുഖേനയാണ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വന്നത് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു ധാരണയോടെയാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. ഓരോ ദിവസവും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അതിനുശേഷമാണ് ഇത്തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോലും പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ രാഷ്ട്രീയ ഭാവിയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു മുതൽക്കൂട്ടാണ് അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു നിലപാടുകളും കാര്യങ്ങളും. ജനങ്ങൾ ഇത്രത്തോളം പ്രീതിയിലേക്ക് അദ്ദേഹത്തെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ജനങ്ങൾക്ക് വേണ്ട ഒരു നേതാവ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മണി സാറിന് സ്ഥാനത്തേക്ക് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേതാവായി ഷോൺ ജോർജ് വരും എന്ന് തന്നെയാണ് ജനങ്ങളുടെ ഒരു തോന്നൽ. അങ്ങനെ തന്നെയാണ് എല്ലാവരും ആ ഒരു അഭിപ്രായത്തോട് തന്നെയാണ് പറയുന്നത്. കാരണം ഇനിയൊരു ഇലക്ഷൻ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഇനിയൊരു നേതാവ് എന്ന് പറയുന്നത് അത് ഷോൺ ജോർജ് തന്നെയായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലും കൂടി ഇതിനകത്ത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തയ്യാറെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു വീണ എന്ന് പറയുന്ന വീണയുടെ വിഷയത്തിലാണെങ്കിലും തന്നെ മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിലപാടാണെങ്കിൽ തൻ്റെ സ്വന്തം മകൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്ത് നിന്നാണെങ്കിലും VD സതീശനാണെങ്കിലും പലതരത്തിലുള്ള എല്ലാവരും തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എല്ലാ തരത്തിലും എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും നിലപാടുകൾ കർശനമാക്കുകയാണ് നേതാക്കൾ എല്ലാവരും. എന്നാൽ തന്നെ ഒരിക്കലും രാജി എന്ന് പറയുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിനോടകം ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടും അങ്ങനെ ഒരു സ്ഥിതിയിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ഇതും ഈ ഒരു കേസും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയണം. പിണറായി വിജയന്റെ ധാർമ്മിക ബോധം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മാറ്റിവെച്ച് ഈ ഒരു കേസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ തെളിവുകളെല്ലാം നിരത്തി വെച്ചതിന് ശേഷവും ഇനി ഒരു വീണയ്ക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്ക് നീങ്ങണം എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം മകൾ എന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളൊരു മനോഭാവം ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ജനങ്ങളെ നന്നായിട്ട് പരിപാലിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട. അപ്പോൾ അത് മുഖ്യമന്ത്രി കൃത്യമായിട്ട് ആലോചിച്ച് വേണം. മകൾ എന്നതിനുപരി ഇപ്പൊ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യം, ഒരു റെസ്പോൺസിബിലിറ്റി മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നിർവഹിക്കണം. ഈ ഒരു വിഷയത്തിൽ തന്നെ പണ്ടാണെങ്കിലും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പ്. പക്ഷെ ആ സമയത്തെല്ലാം അത് ആ ഒരു വിഷയം തന്നെ കെട്ടടങ്ങിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോഴാണ് അത് പിന്നെയും ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെയും ഇത് തന്നെയാണ് ജനങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി അത്യാവശ്യമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. കാരണം സ്വന്തം കുടുംബത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കേസുകളിൽ പ്രതി ചേർത്തിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഷോൺ ജോർജ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു പ്രതികരണം വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അദ്ദേഹത്തിന്റെ ഒരു നിലപാടിനെയും സ്വാധീനിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയം നമുക്ക് വേണ്ട. വീണയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കമ്പനി നിയമത്തിലെ സെക്ഷൻ 447 പ്രകാരമുള്ള കേസാണ്, കുറ്റമാണ് ആ ഒരു വീണയ്ക്ക് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. 10 വർഷം തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷയാണ് വീണയ്ക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അത്രത്തോളം ഉണ്ട് അതിന്റെ ഒരു ആഘാതം. 10 വർഷം തടവ് ശിക്ഷ ലഭിക്കും. പിന്നെ കൂടാതെ തട്ടിപ്പിലൂടെയാണ് ഇത്തരത്തിലുള്ള കാര്യം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പേരിലാണെങ്കിലും ഒരു നിശ്ചിത തുക പിഴയായിട്ടും അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഈ കേസിൽ പറയുന്നുണ്ട്.
എന്ത് തന്നെ ആയാലും നമുക്കിപ്പോൾ പറയാൻ കഴിയുക മാണി സാറിന്റെ സ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പാണെങ്കിലും എന്തിലൂടെയാണെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് വരുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ജനങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും. എന്ത് കഴിഞ്ഞാലും ഇതിനോടകം തന്നെ ഷോൺ ജോർജിന്റെ ഒരു ഇടപെടൽ ജനങ്ങളുടെ ആകെ മനസ്സിൽ ഇടം പിടിച്ചു എന്ന് വേണം പറയാൻ. ഷോൺ ജോർജ് ആണെങ്കിലും ഇടയ്ക്കൊക്കെ പരാമർശിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, പിണറായി എന്നുള്ള പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആനക്കള്ളനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എപ്പോഴും പരാമർശിക്കാറ്. അദ്ദേഹത്തിന്റെ തനി സ്വരൂപം എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കി എന്നുള്ള രീതിക്കാണ് അദ്ദേഹം പല തരത്തിലുള്ള അദ്ദേഹം സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിലെല്ലാം അദ്ദേഹം അത്തരത്തിലൊരു കാര്യം ഉൾപ്പെടുത്താൻ അദ്ദേഹം മറന്നിട്ടില്ല. കാരണം അദ്ദേഹത്തെ അത്രത്തോളം പിടികൂടിയ ഒരു ഒഴിയാബാധ പോലെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അദ്ദേഹം ഊന്നി പറയാറുള്ളത്. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് ചിന്തിച്ച് ചെയ്ത ഒരു കേസ് കൂടിയാണിത്. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ജനങ്ങളുടെ ഒരു ശ്രദ്ധ. അപ്പോൾ എന്ത് തന്നെ ആയാലും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇതൊരു നല്ല മുതൽക്കൂട്ടായിരിക്കണം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന ഒരു ഇലക്ഷനിൽ ഷോൺ ജോർജിന് തീർച്ചയായിട്ടും ഒരു സ്ഥാനം ലഭിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കാര്യത്തിലാണെങ്കിലും തന്നെ മാത്യു കുഴൽനാടന് പറ്റാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാടകങ്ങളെല്ലാം പൊളിച്ചതിന് ശേഷമാണ് ഷോണിന്റെ ഇത്തരത്തിലുള്ള ഒരു വരവ് എന്ന് പറയുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള മൂടുപടലങ്ങളും മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹം നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ നിയമത്തിൽ ഒരു സത്യസന്ധത ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഒരു കേസിന്റെ നടപടിയിലേക്ക് മുമ്പോട്ട് പോകുന്നതും അതും അറസ്റ്റ് പോലുള്ളൊരു നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത്. അത് ഇനി എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയും. ഷോണിന്റെ ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം. ക്രൈസ്തവർക്കും അതുപോലെ മറ്റുള്ളവർക്കാണെങ്കിലും നല്ലൊരു കാര്യമായി നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ ഒരു വിഭാഗക്കാർക്ക് ഒരു നേതാവ് വന്നു എന്നൊരു വിഷയം കൂടി കേരളക്കര ആകെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഒരിക്കലും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അത്രമാത്രമുള്ള ഒരു നേതാവല്ല എന്നുള്ള പറയുന്നത്, അത്രമാത്രം പിടിപാടുള്ള ഒരു നേതാവ് കൂടി അല്ല, പക്ഷെ ഞാനൊരു സാധാരണ നേതാവാണ്, എന്നെയും കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ഒരു രണ്ട് വിഷയമാണെങ്കിലും വഖഫാണെങ്കിലും വീണയുടെ കേസാണെങ്കിലും തന്നെ എത്രമാത്രം അല്ലെങ്കിൽ നടപ്പാവും അല്ലെങ്കിൽ മുമ്പോട്ട് എങ്ങനെയെല്ലാം പോകും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് ഒന്നുകൂടി പറയേണ്ടത് അല്ലേ. എന്ത് തന്നെയായാലും ജനങ്ങൾക്കിടയിൽ ഒരു പ്രീതി അത് അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ.